ചില ആളുകൾക്ക് പണം എളുപ്പത്തിൽ ലഭിക്കുകയും അവർ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ കഠിനമായി പരിശ്രമിച്ചിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇത് വെറും ഭാഗ്യത്തിന്റെ കാര്യമായിരിക്കണമെന്നില്ല. പണം ആകർഷിക്കുന്നതിൽ നമ്മളുടെ മനസ്സിന്റെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ വികാരങ്ങൾ അനുഭവിക്കുന്നു, നമുക്ക് ഉള്ള വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഇവയൊക്കെ ചേർന്ന് ഒരു കാന്തശക്തിയായി മാറുന്നു. ആ കാന്തശക്തിയാണ് സമ്പത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത്. നമ്മളുടെ മനസ്സ് അത്യന്തം ശക്തിയുള്ളതാണ്. ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ തീരുമാനവും നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. നമ്മൾ ദിവസേന ചിന്തിക്കുന്നത് എന്താണോ അതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് പണം ഒരിക്കലും ഉണ്ടാകില്ല, പണം സമ്പാദിക്കുന്നത് വളരെ പ്രയാസമാണ് എന്നിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ ഒരു ഭയത്തിൻ്റെ വലയത്തിൽ കുടുക്കുകയും അവസരങ്ങൾ കണ്ടാലും അവയെ ഉപയോഗിക്കാതെ പോവുകയും ചെയ്യും. അതേസമയം ഞാൻ സമ്പത്തിന് അർഹനാണ്, പണം എന്നിലേക്ക് എളുപ്പത്തിൽ വരുന്നു, ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കും എന്നിങ്ങനെ ചിന്തിച്ചാൽ മനസ്സ് ഒരു പോസിറ്റീവ് കാന്തമായി പ്രവർത്തിക്കും. അപ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്ക് വിശ്വാസം കൂടാനും നിങ്ങൾ സ്വയം പ്രേരണയോടെ പ്രവർത്തിക്കാനും തുടങ്ങും. ഇത് ആകർഷണ നിയമം എന്നറിയപ്പെടുന്നു. പ്രപഞ്ചം നമുക്ക് ഇഷ്ടമുള്ളത് നൽകുന്നു എന്നല്ല, നാം പുറപ്പെടുവിക്കുന്ന ഊർജവും ചിന്തകളും വികാരങ്ങളും നമ്മളിലേക്ക് തന്നെ തിരികെ വരുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. നാം പോസിറ്റീവായ ചിന്തകളും വികാരങ്ങളും പുറപ്പെടുവിച്ചാൽ സമാനമായ അവസരങ്ങളും ആളുകളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നാം നിരന്തരം ഭയത്തോടെയും ആശങ്കയോടെയും ദാരിദ്ര്യം നിറഞ്ഞ ചിന്തകളോടെയും ജീവിക്കുമ്പോൾ അതുതന്നെ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനാൽ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പണം സംബന്ധിച്ച വിശ്വാസങ്ങൾ നമ്മൾ ജനിച്ചപ്പോഴേക്കും രൂപപ്പെട്ടതാകാം. വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, മുതിർന്നവരുടെ സംസാരങ്ങൾ, സമൂഹത്തിൻ്റെ മനോഭാവങ്ങൾ ഇവയെല്ലാം ചേർന്ന് സമ്പത്ത് എന്നത് ദുഷ്കരം, സമ്പന്നർ സ്വാർത്ഥരാണ്, എനിക്ക് ഇത് സാധ്യമല്ല എന്നിങ്ങനെ പലവിധ പരിമിതമായ വിശ്വാസങ്ങൾ മനസ്സിൽ പതിയാം. പക്ഷേ ഇതൊക്കെയാണ് നമ്മളെ പിന്നോട്ട് നിർത്തുന്നത്. ഇതിനെ മാറ്റാൻ ആദ്യം ചെയ്യേണ്ടത് ഈ വിശ്വാസങ്ങൾ തിരിച്ചറിയുകയാണ്. ഒരു പേപ്പർ എടുത്ത് നിങ്ങൾക്ക് ഉള്ള എല്ലാ ഭയങ്ങളും സംശയങ്ങളും എഴുതുക. പിന്നീട് അവയെ ശക്തമായ അഫർമേഷനുകളായി മാറ്റുക. ഉദാഹരണത്തിന്, സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉപകരണമാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം നേടാനുള്ള അർഹത എനിക്കുണ്ട്. പണം എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കും എന്നിവ എഴുതുക. ഇത്തരത്തിലുള്ള അഫർമേഷനുകൾ മനസ്സിനെ പോസിറ്റീവ് ദിശയിലേക്ക് നയിക്കുകയും മനസ്സ് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇതിന് വലിയ സമയമൊന്നും എടുക്കില്ല. ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ 5 മുതൽ 10 മിനിറ്റ് വരെ എടുത്ത് ഈ അഫർമേഷനുകൾ ആവർത്തിക്കുക. നിങ്ങളുടേതായ ശബ്ദത്തിൽ പറയുകയും മനസ്സിൽ ആ ചിത്രങ്ങൾ വ്യക്തമായി വരച്ചു നോക്കുകയും ചെയ്യുക. വിഷ്വലൈസേഷൻ എന്നത് മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ശക്തമായ ഉപകരണമാണ്. ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുക. നിങ്ങൾക്ക് വേണ്ടത്ര പണം ഉണ്ടെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കുന്നുവെന്ന്, നിങ്ങൾ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ കഴിയുന്നുവെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അതിനെ വിശദമായി ചിത്രീകരിക്കുക. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, ഏത് നഗരത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് അനുഭവങ്ങൾ ലഭിക്കും എല്ലാം മനസ്സിൽ കാണുക. ഇത് ആവർത്തിച്ച് ചെയ്താൽ നിങ്ങളുടെ മനസ്സ് ഈ കാഴ്ചയെ യാഥാർത്ഥ്യമായ ഒരു സാധ്യതയായി കാണും. ഇതിനൊപ്പം നന്ദി പറയലും വളരെ പ്രധാനമാണ്. നമ്മുടെ മനസ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. നമുക്ക് ഉള്ളത് എന്താണെന്ന് നോക്കാതെ ഇല്ലാത്തതിനെക്കുറിച്ചാണ് നമ്മൾ നിരന്തരം ചിന്തിച്ചാൽ മനസ്സ് കുറവിനെ മാത്രം തിരിച്ചറിയും. എന്നാൽ ഓരോ ദിവസവും നന്ദിയുള്ള കാര്യങ്ങൾ എഴുതിയാൽ മനസ്സ് സമൃദ്ധിയിലേക്ക് തിരിയുന്നു. ഒരു നല്ല ഭക്ഷണം, ഒരു സൗഹൃദം, ഒരു ചെറിയ വരുമാനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നന്ദിയോടെ ഓർക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും പ്രതീക്ഷയും നിറയ്ക്കുകയും സമാനമായ അനുഭവങ്ങൾ ആകർഷിക്കാൻ സഹായിക്കുകയും ചെയ്യും.
എന്നാൽ മാനിഫെസ്റ്റേഷൻ എന്നത് ചിന്തിച്ചാൽ മാത്രം പോരാ. അത് പ്രചോദിതമായ പ്രവർത്തികളോടൊപ്പം ചേർന്നാൽ മാത്രമാണ് ഫലപ്രദമാകുന്നത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിന് വ്യക്തമാക്കിയ ശേഷം അതനുസരിച്ചുള്ള പ്രവർത്തികൾ എടുത്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന്, പുതിയൊരു ജോലി അവസരം തേടുകയോ, ഒരു കോഴ്സിൽ പങ്കെടുക്കുകയോ, സാമ്പത്തിക വിദ്യാഭ്യാസം പഠിക്കുകയോ, മറ്റുള്ളവരെ സഹായിക്കുകയോ ചെയ്യാം. ചെറിയൊരു നടപടി പോലും മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ഓരോ ചെറിയ വിജയവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും മനസ്സ് സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരു ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഭയം വരുമ്പോഴും സംശയം ഉയരുമ്പോഴും പലരും ഇടറിപ്പോകാറുണ്ട്. ഇത് സ്വാഭാവികമാണ്. മനസ്സ് നമ്മളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഭയത്തിന് അടിമപ്പെടാതെ അതിനെ മനസ്സിലാക്കി അതിനോട് സംവദിക്കണം. എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു, ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നിങ്ങനെ ചോദിച്ചാൽ അതിന് പിന്നിലെ വിശ്വാസങ്ങൾ കണ്ടെത്താം. പിന്നീട് ആ ഭയത്തെ പോസിറ്റീവ് അഫർമേഷനുകൾ ആക്കി മാറ്റാം. പിന്തുണ നൽകുന്ന ആളുകളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെറിയ ലക്ഷ്യങ്ങൾ നേടിയുള്ള ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യാം. മാനിഫെസ്റ്റേഷൻ ഒരു ക്ഷണിക പരിഹാരമല്ല, ക്ഷമയും വിശ്വാസവും ആവശ്യമായ ഒരു യാത്രയാണെന്ന് മനസ്സിൽ ഉറപ്പാക്കുക. ദിവസേന പിന്തുടരാവുന്ന ചില ലളിതമായ അഭ്യാസങ്ങൾ മനസ്സിനെ ശരിയായ ദിശയിലേക്ക് നയിക്കും. രാവിലെയോ രാത്രിയോ 5 മുതൽ 10 മിനിറ്റ് വരെ എടുത്ത് മനസ്സിൽ ലക്ഷ്യം സങ്കല്പിക്കുക. പോസിറ്റീവ് അഫർമേഷനുകൾ ഉച്ചരിക്കുക. നന്ദി ദിനപുസ്തകം എഴുതുക. ധ്യാനത്തിലൂടെ മനസ്സ് ശാന്തമാക്കുക. ദിവസേന ചെറിയ പ്രവൃത്തികൾ സ്വീകരിക്കുക. ഈ ചെറിയ കാര്യങ്ങൾ പോലും വലിയ മാറ്റം ഉണ്ടാക്കും. തുടർച്ചയായി ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് സമ്പത്തിൻ്റെ സാധ്യതകൾ കാണാനും ഉപയോഗപ്പെടുത്താനും പഠിക്കും. ഇതെല്ലാം ചേർത്താൽ മനസ്സിൻ്റെ ശക്തിയും മാനിഫെസ്റ്റേഷനും ഉപയോഗിച്ച് പണം ആകർഷിക്കുന്ന ഒരു മായാജാലം അല്ല. ഇത് ശാസ്ത്രീയമായും ആത്മീയമായും മനഃശാസ്ത്രപരമായും പിന്തുണയുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നത്. ശരിയായ വിശ്വാസങ്ങൾ, വ്യക്തമായ ലക്ഷ്യം, പോസിറ്റീവ് വികാരങ്ങൾ, നന്ദി, പ്രചോദിതമായ പ്രവർത്തികൾ ഇവയെല്ലാം ചേർന്ന് ഒരു കാന്തശക്തിയായി പ്രവർത്തിക്കുകയും പണം നിങ്ങളിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കുകയും ചെയ്യും. ഇന്നു തന്നെ തുടങ്ങൂ. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കൂ. നിങ്ങളുടെ അകത്തെ സമൃദ്ധിയെ വിശ്വസിക്കൂ. ചെറിയ ചുവടുകൾ എടുക്കൂ. ക്ഷമയും ആത്മവിശ്വാസവും പുലർത്തൂ. സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങൾക്കുള്ള കഴിവ് ഇതിനകം തന്നെ നിങ്ങളിലുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരൂ. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കൂ.